അതുകൊണ്ട് ജീവിക്കുന്നത് സമൂഹത്തിൽ ഏറ്റവും പ്രയാസമനുഭവിക്കുന്ന അനേകായിരങ്ങളാണ്. പാർശ്വവൽക്കരിക്കപ്പെട്ട മറ്റൊരു ജീവനോപാധിയുമില്ലാത്ത ഭിന്നശേഷിക്കാരായ പാവങ്ങളുടെ ജീവിതമാർഗമായ ആ ലോട്ടറിയെ അനധികൃത ചരക്കുകളുടെ കൂട്ടത്തിൽപ്പെടുത്തി 40% നികുതി ചുമത്തിയത് എന്തു പറഞ്ഞാണ് യൂണിയൻ സർക്കാരിന് ന്യായീകരിക്കാനാവുക? ഏറ്റവും സുതാര്യമായി നടക്കുന്ന കേരള സംസ്ഥാന ലോട്ടറിയെപ്പോലും ഇങ്ങനെ ദ്രോഹിക്കുന്നത് ഏത് ജനങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ്? ഇത്രയേറെ സാമ്പത്തിക പ്രയാസങ്ങൾ കേന്ദ്രം അടിച്ചേൽപ്പിച്ചിട്ടും സംസ്ഥാന സർക്കാർ പതറാതെ മുന്നോട്ടു പോയിട്ടുണ്ട്. ശമ്പളവും പെൻഷനും കൃത്യമായി നൽകാനും 4,71,000 പേർക്ക് വീട് നൽകിയ ലൈഫ് മിഷനിലൂടെ 5 ലക്ഷം വീട് എന്ന ലക്ഷ്യത്തിലേക്ക് എത്താനും പ്രതിജ്ഞാബദ്ധമായ നീക്കമാണ് നടക്കുന്നത്. ക്ഷേമ പെൻഷൻ 2,000 രൂപയാക്കി ഉയർത്തിയത് 60 ലക്ഷം പേർക്കാണ് ആശ്വാസകരമാകുന്നത്. UDF കാലത്ത് വെറും 34 ലക്ഷമായിരുന്ന ഗുണഭോക്താക്കളുടെ എണ്ണം ഇന്ന് 60 ലക്ഷമായി ഉയർന്നു. അന്ന് 600 രൂപയാണ് പെൻഷൻ തുക എന്നത് എല്ലാവർക്കും അറിയാവുന്നതുമാണ്. സാധാരണക്കാരോടുള്ള നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ കരുതലിന്റെ അടയാളമാണിതൊക്കെ. എന്നാൽ ഈ സാമ്പത്തിക വരിഞ്ഞുമുറുക്കൽ നമ്മുടെ കുതിപ്പിന്റെ വേഗത കുറക്കാൻ കാരണമാകുന്നുണ്ട്. അർഹമായ പണം കേന്ദ്രം തടഞ്ഞുവെക്കുന്നത് മൂലം നമ്മുടെ ആശുപത്രികൾ, സ്കൂളുകൾ ഇതിലെല്ലാമുള്ള വികസന പ്രവർത്തനങ്ങൾക്കും റോഡ് നവീകരണത്തിനുമെല്ലാം തടസ്സങ്ങൾ സൃഷ്ടിക്കപ്പെടുകയാണ്. ഈ അനീതിക്കെതിരെ കേരളത്തിന്റെ ശബ്ദം ഒന്നിച്ച് ഉയരേണ്ടതുണ്ട്. പക്ഷേ നിർഭാഗ്യകരമായ അവസ്ഥയാണ് സംസ്ഥാനത്തിന്റെ വികസനത്തെ തകർക്കാൻ കേന്ദ്രം നടത്തുന്ന ഈ നീക്കങ്ങളെ തുറന്നുകാട്ടാൻ സമീപനം സ്വീകരിക്കുകയല്ല പ്രതിപക്ഷം ചെയ്യുന്നത്. അതിനു പകരം സംസ്ഥാനത്തുള്ള പ്രതിപക്ഷം കേരളത്തിന് അർഹമായ വിഹിതം ചോദിച്ച് വാങ്ങുന്നതിന് കേന്ദ്രത്തിന്റെ മുന്നിൽ സംസാരിക്കാൻ പോലും തയ്യാറല്ല, നിവേദനം നൽകാനും തയ്യാറല്ല. പ്രതിപക്ഷ നേതാവും UDF എംപിമാരും കേരളത്തിലെ ജനങ്ങളോട് കടുത്ത വഞ്ചനയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പാർലമെന്റിൽ കേരളത്തിന്റെ ആവശ്യങ്ങൾക്കായി ശബ്ദമുയർത്താൻ ഇവർ തയ്യാറാകുന്നില്ല. രാഷ്ട്രീയ ലാഭത്തിനായി നാടിന്റെ വികസനത്തെ ബലികൊടുക്കാനാണ് തയ്യാറാകുന്നത്. കേന്ദ്ര ഗ്രാന്റിൻ എയ്ഡിൽ 15,309 കോടി 60 ലക്ഷം രൂപയുടെ കുറവ്, അത് 56%. ആ കുറവുണ്ടായിട്ടും ഇവർ മൗനം പാലിക്കുന്നത് ആർക്കു വേണ്ടിയാണ്? നമ്മുടെ സംസ്ഥാനത്തിന് അർഹമായത് നിഷേധിക്കുമ്പോൾ സംസ്ഥാന താൽപര്യം ഉയർത്തിപ്പിടിക്കാൻ എല്ലാവരും ശ്രമിക്കേണ്ടതല്ലേ? കേരളത്തിനെ അപമാനിക്കാനും വികസനം മുടക്കാനും ലഭിക്കുന്ന സന്ദർഭങ്ങളൊന്നുപോലും ഇവർ പാഴാക്കുന്നില്ല എന്നതും ലജ്ജാകരമായ കാര്യമാണ്. കേന്ദ്ര സർക്കാർ ഇത്തരം നടപടികൾ സ്വീകരിക്കുമ്പോൾ UDFന്റെ സമീപനം എന്താണ്? ലോക്സഭയിൽ 18 എംപിമാര് എന്ത് സമീപനമാണ് കൈക്കൊള്ളുന്നത്? എങ്ങനെ കേരളത്തിനുള്ള സഹായം കുറക്കാം എന്ന ലക്ഷ്യത്തോടെ ചോദ്യങ്ങൾ ഉയർത്തുന്നവർ നമ്മുടെ പ്രശ്നങ്ങൾ ഉയർത്താൻ തയ്യാറാകുന്നില്ല. പ്രതിസന്ധി ഘട്ടങ്ങളിൽ കേരളത്തിന്റെ പൊതു താൽപര്യത്തിനെതിരെ കേന്ദ്ര ഭരണകക്ഷിയോട് ചേർന്ന് നിൽക്കാനാണ് UDF ശ്രമിക്കുന്നത്. കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഈ സാമ്പത്തിക വിവേചനം അവസാനിപ്പിക്കണം. IGST വിഹിതം ഉടനടി പുനഃസ്ഥാപിക്കാനും അന്യായമായി വെട്ടിക്കുറച്ച വായ്പാ പരിധി തിരികെ നൽകാനും
കേന്ദ്രം തയ്യാറാകണം. GSTP കണക്കുകളിലെ അപാകത പരിഹരിച്ച് അർഹമായ കടമെടുപ്പ് അവകാശം കേരളത്തിന് നൽകാൻ തയ്യാറാകണം. നമ്മൾ ചോദിക്കുന്നത് ദാനമല്ല, മറിച്ച് ഭരണഘടനാപരമായി നമ്മുടെ അവകാശമാണ്. കേരളത്തിന്റെ ന്യായമായ അവകാശങ്ങൾ അംഗീകരിക്കുന്നതുവരെ ജനാധിപത്യപരമായ പോരാട്ടം നമ്മൾ തുടരുക തന്നെ ചെയ്യും. ഈ സന്ദർഭത്തിൽ കേരളത്തിലെ ജനങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് ഒരു കാര്യം മാത്രമാണ്. നമ്മുടെ നാടിനെ തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികളെ തിരിച്ചറിയണം. ഏത് പ്രതിസന്ധിയിലും സർക്കാർ ജനങ്ങൾക്കൊപ്പമുണ്ടാകും. കേന്ദ്രത്തിന്റെ സാമ്പത്തിക ഉപരോധത്തെ ജനകീയ പ്രതിരോധത്തിലൂടെ നമ്മൾ മറികടക്കും. പ്രളയങ്ങളെയും മഹാമാരികളെയും അതിജീവിച്ച കേരളത്തിന്റെ ഇച്ഛാശക്തിക്ക് മുന്നിൽ ഇത്തരം രാഷ്ട്രീയ കുതന്ത്രങ്ങൾ വിജയിക്കില്ല. വികസിത രാജ്യങ്ങൾക്ക് സമാനമായ ജീവിത നിലവാരമുള്ള ഒരു നവകേരളം നിർമ്മിക്കാനുള്ള നമ്മുടെ യാത്രയിൽ എല്ലാ മലയാളികളുടെയും പിന്തുണയും സഹകരണവും അഭ്യർത്ഥിക്കുന്നു. ഒറ്റക്കെട്ടായി നിന്നാൽ ഒരു ശക്തിക്കും കേരളത്തിന്റെ കുതിപ്പിനെ തടയാനാകില്ല. അതോടൊപ്പം ഒരു കാര്യം കൂടി വ്യക്തമാക്കട്ടെ, നമ്മുടെ ക്ഷേമ പദ്ധതികൾ എന്ത് ത്യാഗം സഹിച്ചും സംസ്ഥാന സർക്കാർ നടപ്പാക്കുക തന്നെ ചെയ്യും. ഇന്ന് മന്ത്രിസഭാ യോഗം ചേർന്നിരുന്നു. മന്ത്രിസഭാ യോഗമെടുത്ത ചില തീരുമാനങ്ങൾ കൂടി അറിയിക്കാനുണ്ട്. അതിലൊന്ന് വോട്ടർ പട്ടിക സംബന്ധിച്ചുള്ളതാണ്. 2025 തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ച കരട് പട്ടികയിൽ നിന്ന് 24,08,503 പേർ ഒഴിവാക്കപ്പെട്ടിരിക്കുകയാണ്. ഇതിനു പുറമെ കരട് പട്ടികയിൽ ഉൾപ്പെട്ടവരിൽ 19,32,000 പേർ വോട്ടവകാശം ഉറപ്പിക്കാൻ രേഖകളുമായി വീണ്ടും ഹിയറിംഗിന് ഹാജരാകേണ്ടി വരും. നിലവിൽ 18 മുതൽ 40 വയസ്സ് വരെ പ്രായമുള്ളവർ അവരുടെ ബന്ധുത്വം 2002 വോട്ടർ പട്ടികയുമായി ബന്ധപ്പെടുത്തണമെന്ന നിബന്ധനയുള്ളതുകൊണ്ടാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. ചുരുക്കത്തിൽ ഈ 19,32,000 പേരും തങ്ങളുടെ വോട്ടവകാശം സ്ഥാപിച്ചു കിട്ടാൻ വീണ്ടും ഈ പ്രക്രിയയിലൂടെ കടന്നുപോകേണ്ട കഠിനമായ സാഹചര്യമാണ് സംജാതമായിരിക്കുന്നത്. അത് പൊതുമണ്ഡലത്തിൽ ലഭ്യമാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാവുന്നില്ല. ഇതുകൂടാതെ 2002 എന്തെങ്കിലും കാരണത്താൽ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാതെ പോയവർ ഇപ്പോൾ പുറത്താക്കപ്പെടാനുള്ള സാധ്യത വളരെയേറെയാണ്. അതിനു മുൻപും അതിനുശേഷവും വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്ന പലരും SIRൽ നിന്ന് ഒഴിവാക്കപ്പെടുന്ന സ്ഥിതിയുമുണ്ട്. അതിന്റെ കണക്ക് എത്രയെന്ന് നിലവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലഭ്യമാക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും അതിനു മുൻപുള്ള തെരഞ്ഞെടുപ്പുകളിലും വോട്ട് ചെയ്തിരുന്ന വ്യക്തികളാണ് ഒഴിവാക്കപ്പെടുന്നത് എന്നതാണ് ഇവിടെ പ്രധാനം. ചില ബൂത്തുകളിൽ അവിശ്വസനീയമായ തരത്തിൽ വോട്ടർമാർ ഒഴിവാക്കപ്പെടുന്നു. ഉദാഹരണത്തിന് പോളിംഗ് സ്റ്റേഷൻ 138 ശ്രീവരാഹം. ഈ ബൂത്തിൽ ആകെയുള്ള 1224 വോട്ടർമാരിൽ 704 പേരുടെ വിവരം ലഭ്യമല്ല എന്നാണ് കാണുന്നത്. ഇത് സംശയാസ്പദമായ കാര്യമാണ്. സംസ്ഥാനത്ത് മറ്റു ചിലയിടങ്ങളിലും ഇത്തരത്തിലുള്ള സാഹചര്യമുണ്ട് എന്നാണ് അറിയുന്നത്. അർഹതയുള്ള ഒരു വോട്ടർ പോലും പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നില്ല എന്നുറപ്പാക്കേണ്ടത് ജനാധിപത്യ സംവിധാനത്തിൽ വളരെ പ്രധാനമാണ്. ഇത് ഉറപ്പാക്കുക എന്നത് സർക്കാരിനുള്ള ഉത്തരവാദിത്വവുമാണ്. അതിനാൽ കരട് വോട്ടർ പട്ടികയിൽ വിവിധ കാരണങ്ങളാൽ ഉൾപ്പെടാത്ത അർഹരായവരെ സഹായിക്കാൻ വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് ഹെൽപ്പ് ഡെസ്കുകൾ ആരംഭിക്കും. വില്ലേജ് ഓഫീസിൽ സൗകര്യമില്ലെങ്കിൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയുടെ പുതുക്കലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങൾ ആ വില്ലേജ് ഓഫീസിലാണ് നടക്കുന്നത്.
അപ്പോൾ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള അസൗകര്യങ്ങളുണ്ടെങ്കിൽ തൊട്ടടുത്ത സർക്കാർ ഓഫീസുകളിൽ വില്ലേജ് ഓഫീസർക്ക് സൗകര്യമൊരുക്കാവുന്നതാണ്. അത് വില്ലേജ് ഓഫീസറാണ് തീരുമാനിക്കേണ്ടത്. ഹെൽപ്പ് ഡെസ്കുകളിൽ പൊതുജനങ്ങൾക്ക് ആവശ്യമായ സഹായ നിർദ്ദേശങ്ങൾ നൽകുന്നതിനായി 2 ഉദ്യോഗസ്ഥരെ വീതം ചുമതലപ്പെടുത്തും. ഇതിനാവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് അതത് ജില്ലാ കലക്ടർമാരെ ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഉന്നതികൾ, തീരദേശ മേഖല, മറ്റ് പിന്നോക്ക പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ നേരിട്ടെത്തി അർഹരായവരെ കണ്ടെത്തി ആവശ്യമായ സഹായങ്ങൾ നൽകും. ഇതിന് വില്ലേജ് ഓഫീസർമാരുടെ ആവശ്യപ്രകാരം അംഗൻവാടി വർക്കർമാർ, ആശാ വർക്കർമാർ, കുടുംബശ്രീ പ്രവർത്തകർ എന്നിവരുടെ സേവനം ഉപയോഗപ്പെടുത്തും. വിവിധ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന 18 വയസ്സ് പൂർത്തിയായവർ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുന്നുവെന്ന് ഉറപ്പുവരുത്തും. ഇതിന് അതാത് സ്ഥാപനങ്ങളിൽ ക്യാമ്പയിൻ പരിപാടികൾ സംഘടിപ്പിച്ച് ആവശ്യമായ ബോധവൽക്കരണവും നടത്തും. തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ SIR അനാവശ്യ ധൃതിയിൽ നടത്തുന്നത് ആശാസ്യമല്ലെന്ന് ചൂണ്ടിക്കാട്ടി സർക്കാർ ഒന്നിലധികം തവണ അഭ്യർത്ഥന നടത്തിയിരുന്നു. പക്ഷേ ധൃതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിതീവ്ര പരിശോധനയ്ക്കായി മുന്നോട്ടു പോവുകയാണുണ്ടായത്. ഇത് ജനാധിപത്യത്തിന്റെ ഉത്തമ താൽപര്യങ്ങൾ സംരക്ഷിക്കാനല്ല എന്നതാണ് ഇപ്പോൾ വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത്.